ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് നെയ്യ്, കടുക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 4-5 പച്ചമുളക്, ഒരു വെല്ലം ശർക്കര, ഉലുവപ്പൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി, ഇരുന്നൂറ് ഗ്രാം പുളി അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുത്തത്. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, വേപ്പില എന്നിവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും മൂത്തതിനു ശേഷം ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടിയതിനു ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഒരു വെല്ലം ശർക്കര ചേർക്കുക. ഈ സമയത്ത് മധുരം നോക്കി ആവശ്യമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. ഞങ്ങൾ ഒരു വെല്ലം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലവണ്ണം കുറുതാവുന്ന വരെ തിളപ്പിക്കുക. ഇപ്പോൾ പുളിഞ്ചി കുറുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി തീ ഓഫാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.